നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി ഇന്ന് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിക്കും. ഒന്നാം പ്രതി പൾസർ സുനി അടക്കമുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. 7.5 വർഷം ശിക്ഷ അനുഭവിച്ചതിനാൽ ഇളവ് വേണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെടും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, കേരളം ഉറ്റുനോക്കുന്ന ഒരു കേസാണ്. അതിൻ്റെ വിധി ഇന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാം, ഇന്നത്തെ ഒരു നടപടിക്രമം അനുസരിച്ചാണെങ്കിൽ 11 മണിയോടുകൂടി തന്നെ ഈ ജയിലിലേക്ക് പോയ 6 പ്രതികളെയും കൊണ്ടുവരും. കോടതിയിലെ ഒരു നടപടിക്രമം എങ്ങനെയായിരിക്കും തുടക്കത്തിൽ? അമ്പിളി, ഇന്ന് 6 പ്രതികളും ഈ ശിക്ഷാവിധി കേൾക്കുന്നതിന് വേണ്ടി 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാകുന്നതായിരിക്കും. അതിനുശേഷം ആദ്യമുണ്ടാവുക ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആ വിധിയിന്മേലുള്ള വാദമായിരിക്കും. അതായത് പ്രോസിക്യൂഷൻ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന് ആവശ്യപ്പെടും. ജീവപര്യന്തമാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. ജീവപര്യന്ത ശിക്ഷ തന്നെ നൽകണം എന്നതായിരിക്കും പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ആ സമയത്ത് പ്രതികളുടെ അഭിഭാഷകർ അതിൽ ഇളവ് ആവശ്യപ്പെടുന്നതായിരിക്കും. 7.5 വർഷത്തോളം അവർ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പൾസർ സുനിയൊക്കെ 7.5 വർഷത്തിന് ശേഷമാണ് പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ അത് കണക്ക് കൂട്ടിക്കൊണ്ട് ആ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നായിരിക്കും പ്രതിഭാഗത്തിൻ്റെ ആവശ്യം. അതുപോലെ തന്നെ ഓരോ സെഷനും ഇവർക്ക് മേൽ ചുമത്തിയിട്ടില്ല ഓരോ വകുപ്പുകളിലും എന്തുകൊണ്ടാണ് പരമാവധി ശിക്ഷ നൽകേണ്ടി വരിക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിൽ ഇളവ് നൽകേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു വാദങ്ങളായിരിക്കും ഇന്ന് കോടതിയിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. അതൊരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അത് സാധാരണഗതിയിലൊക്കെ വലിയ കേസുകളിലൊക്കെ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സമയത്തേക്കൊക്കെ ഈ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം തന്നെ ശിക്ഷാവിധി പറയുന്നതായിരിക്കും. എന്തായാലും ഇത്തരത്തിലായിരിക്കും ഇന്നത്തെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുക. രാവിലെ 11 മണിയോടുകൂടി ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള 6 പ്രതികളും കോടതിയിൽ ഹാജരാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ നേരിട്ട് ഈ ശിക്ഷാവിധി കേൾക്കുന്നതായിരിക്കും. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കോടതിയെ ബോധിപ്പിക്കാനുള്ള ഒരു അവസരം അവർക്കുണ്ട്. അതിൽ കുടുംബ പ്രാരാബ്ദങ്ങളടക്കം പല പ്രതികളും പറയാറുണ്ട്. താൻ മാത്രമാണ് കുടുംബത്തിൻ്റെ അത്താണി, അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാധാരണ കേസുകളിൽ പറയാറുണ്ട്. അതുതന്നെയായിരിക്കും ഈ വിഷയത്തിലും ഉണ്ടാവുക. എന്തായാലും വലിയ ഗുരുതരമായ വകുപ്പുകളാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ഈ 6 പേരും ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നതാണ് പ്രോസിക്യൂഷൻ്റെ കണ്ടെത്തൽ. അത് കോടതി കഴിഞ്ഞ ദിവസം ആദ്യ വിധിയിൽ കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രോസിക്യൂഷൻ്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ശിക്ഷയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇതിലുണ്ട്. ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി. പൾസർ സുനിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ദിലീപിലേക്ക്, ഇപ്പോൾ വിട്ടയച്ചിട്ടുള്ള നടൻ ദിലീപിലേക്കൊക്കെ ഈ കേസ് വരുന്നതും മറ്റും. എന്തായാലും പൾസർ സുനിയാണ് ഇതിലെ ഒന്നാം പ്രതി. പൾസർ സുനിക്ക് എതിരെ ഗൂഢാലോചനയും ബലാത്സംഗം, തടഞ്ഞുവെക്കൽ, തെളിവ് നശിപ്പിക്കൽ, ഒപ്പം തന്നെ IT ആക്ടിലെ, അതായത് നടിയുടെ ദൃശ്യങ്ങൾ പകർത്തുക, അത് പ്രചരിപ്പിക്കുക തുടങ്ങിയ IT ആക്ടിലെ വകുപ്പുകളടക്കം ചുമത്തിയിട്ടുണ്ട്. ഈ പ്രതികൾക്കെതിരെയെല്ലാം ഈ IT ആക്ടിലെ വകുപ്പുകൾ കൂടി ഉൾപ്പെടുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഒരു കൊട്ടേഷൻ നൽകിക്കൊണ്ട്, അത് കൊട്ടേഷനാണ് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നേരത്തെ തന്നെ പൾസർ സുനി അടക്കം മൊഴികളും നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെയുള്ള എല്ലാത്തരം കുറ്റകൃത്യങ്ങളും സംശയാതീതമായി തെളിയിക്കപ്പെട്ടു എന്ന് തന്നെയാണ് കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നത്. പൾസർ സുനി ഈ കേസിലെ പ്രധാന പ്രതിയും അയാൾക്ക് ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ആളുമാണ്. സിനിമാ മേഖലയിലെ താരങ്ങളുടെ ഡ്രൈവറായിട്ട് പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. മോഷണങ്ങളും കൊട്ടേഷൻ പ്രവർത്തനങ്ങളുമാണ് ഇയാളുടെ ഒരു സ്ഥിരം പരിപാടി. പൾസർ ബൈക്കുകൾ സ്ഥിരമായി മോഷ്ടിച്ചതിനാലാണ് ഇയാൾക്ക് പൾസർ സുനി എന്ന പേര് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇയാളുടെ പശ്ചാത്തലം ഈ കേസിൻ്റെ ശിക്ഷാവിധിയെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിരന്തരം ഇത്തരത്തിലുള്ള കേസുകളിൽ, അതായത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളാണ് എന്നതുകൊണ്ട് തന്നെ അത് ശിക്ഷാവിധിയെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഒപ്പം തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിനാണ് ഈ നടി സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറാണ് മാർട്ടിൻ. ഇയാൾ കൃത്യത്തിൽ ഈ പ്രതികൾക്ക് സഹായം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ നടിയുടെ സഞ്ചാര നീക്കം, അതായത് അയാളാണ് ഡ്രൈവർ എന്നതുകൊണ്ട് തന്നെ അത് കൃത്യമായി
കൃത്യമായിട്ട് മറ്റുള്ള ആളുകളെ, പൾസർ സുനി അടക്കം പുറകിൽ യാത്ര ചെയ്തിരുന്ന ആളുകളെ അറിയിച്ചു എന്ന് നിരന്തരം അറിയിച്ചു എന്നതുകൂടി ഇയാൾക്കെതിരെയുള്ള വലിയ കുറ്റമാണ്. ഒപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിൽ എല്ലാവിധ സഹായങ്ങളും പ്രതികൾക്ക് നൽകി എന്നതുള്ളതാണ് മാർട്ടിനെതിരായിട്ടുള്ള കുറ്റം. മൂന്നാം പ്രതി തമ്മനം മണി എന്ന ബി മണികണ്ഠനാണ്. മണികണ്ഠനും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ്. അതൊക്കെ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുടെ അത്തരത്തിലുള്ള കേസുകളൊക്കെ തന്നെ ഈ ശിക്ഷാവിധി നിരന്തരം ഇത്തരത്തിലുള്ള പ്രശ്നക്കാരാണ് എന്നുള്ള കാര്യം ശിക്ഷാവിധിയെ സാധാരണഗതിയിലൊക്കെ ബാധിക്കാറുണ്ട്. ഈ പൾസർ സുനിയുടെ സുഹൃത്തും ഈ വ്യക്തികൾക്കെല്ലാം തന്നെ സഹായം നൽകിയിട്ടുള്ള ആളാണ്. മാത്രമല്ല വാഹനത്തിൽ വെച്ച് ഇയാൾ ആക്രമണത്തിൽ പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും സുനിയെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഒപ്പം തന്നെ നാലാം പ്രതി VP വിജീഷ. ഈ വിജീഷും പൾസർ സുനിയുമാണ് വളരെ നാടകീയമായി കോടതിയിലെത്തി ഹാജരാവുകയും അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അന്ന് പൾസർ സുനിയോടൊപ്പം ഉണ്ടായിരുന്ന ആ ആളാണ് വിജീഷ് എന്ന് പറയുന്നത്. ഈ കേസിലെ നാലാം പ്രതിയാണ്. മണികണ്ഠൻ്റെ സുഹൃത്താണ് ഈ VP വിജീഷ് എന്ന് പറയുന്നത്. ഇയാൾ കൊട്ടേഷൻ ഗുണ്ടയാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. വാഹനത്തിൽ വെച്ച് ഇയാൾ നേരിട്ട് ആക്രമണത്തിൽ പങ്കുചേർന്നു. പൾസർ സുനിയുടെ കൂടെ ഒരുമിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതിയിൽ കീഴടങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട്. അടുത്ത വ്യക്തി എന്ന് പറയുന്നത് വടിവാൾ സലീമാണ്. അതായത് H സലീം അഞ്ചാം പ്രതിയാണ്. ആലപ്പുഴ സ്വദേശിയാണ്. ഈ സലീമും കൊട്ടേഷൻ സംഘാംഗമാണ്, കൊട്ടേഷൻ ഗുണ്ടയാണ്. ഗൂഢാലോചനയിലും ആക്രമണത്തിലും ഇയാൾ പങ്കാളിയാണ്. അതായത് ഈ പ്രതികൾക്കെതിരെ എല്ലാം തന്നെ ഗൂഢാലോചന കുറ്റം കൂടിയുണ്ട്, 120B ഉണ്ട്. അപ്പോൾ അതടക്കം ഈ കേസിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ ഈ 6 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇവർക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, ഒരു അസാധാരണ നിയമ പോരാട്ടമാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. ഏറ്റവും പൊതുസമൂഹം ഉറ്റുനോക്കുന്നത് ദിലീപിനെതിരെ ചുമത്തിയ ഗൂഢാലോചന കുറ്റത്തിൽ കോടതിയുടെ ഒരു നിഗമനം എന്തായാലും ഇന്നത്തെ വിധിയിൽ വ്യക്തമാകുമെന്നാണ്. നമുക്കറിയാം, ഒരു 2000 പേജുള്ള ഒരു വിധിപ്പകർപ്പിന്റെ വിശദാംശങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ആ രീതിയിൽ എന്തുകൊണ്ട് ഗൂഢാലോചന വാദം നിലനിന്നില്ല, പ്രോസിക്യൂഷൻ അത് തെളിയിക്കാനായില്ല എന്നൊക്കെ ഇന്ന് നമുക്കറിയാൻ സാധിക്കില്ലേ? തീർച്ചയായും അമ്പിളി, ഇതിൽ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള 6 പ്രതി, നേരത്തെ ഞാൻ സൂചിപ്പിച്ച 5 പ്രതിയും പിന്നെ പ്രദീപുമുണ്ട്. ഇവർ 6 പേർക്കെതിരെ ചുമത്തിയിരിക്കുന്ന 120B എന്ന വകുപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസത്തെ വിധിയിൽ വ്യക്തമാക്കുന്നത്. അതായത് 120B ഗൂഢാലോചനയാണ്. ഈ 6 പ്രതികൾ ഗൂഢാലോചന നടത്തി എന്ന കാര്യത്തിൽ കൃത്യമായ തെളിവുണ്ട് എന്ന് കോടതി വ്യക്തമാക്കുന്നു. പക്ഷേ ആ ഗൂഢാലോചനയിലേക്ക് ദിലീപ് അടക്കമുള്ള പിന്നീടുള്ള പ്രതികളുടെ, അതായത് 8, 9 അതുപോലെ തന്നെ 15 പ്രതികളുണ്ട്, ശരത്തടക്കമുണ്ട്. ശരത്തിനെതിരെയൊക്കെ ഗൂഢാലോചന കുറ്റം ഉണ്ട്. അതായത് ഇവർക്ക് 3 പേർക്കും ഈ ഗൂഢാലോചനയിൽ ഇവർക്കുള്ള ലിങ്കാണ് തെളിയിക്കാനായിട്ട് സാധിക്കാതെ പോയിട്ടുള്ളത്. അതിന് തെളിവില്ല എന്നതാണ് പ്രോസിക്യൂഷൻ്റെ പരാജയം. അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കും ഒരു പക്ഷേ ഈ ദിലീപിൻ്റെ പങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ കോടതി പറയുക എന്ന് പറയാനുള്ള ഒരു സാധ്യത, അതിൻ്റെ വിധി പകർപ്പിലടക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് 6 പേർക്കെതിരെ, ആദ്യത്തെ 6 പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം, അതായത് 120B നിലനിൽക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ, പീഡിപ്പിക്കൽ, അതായത് 366 തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുക, 376D ബലാത്സംഗം, അത് കൂട്ടബലാത്സംഗമാണ്. കൂട്ടബലാത്സംഗത്തിനൊക്കെ വലിയ രീതിയിലുള്ള ശിക്ഷ, ജീവപര്യന്തം അടക്കം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇവർക്കെതിരെയുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വകുപ്പ് എന്ന് പറയുന്നത്, കൂട്ടബലാത്സംഗമാണ്. 354B ഉണ്ട്, സ്ത്രീത്വത്തെ അപമാനിക്കുക. അതുപോലെ തന്നെ 201 ഉണ്ട്, തെളിവ് നശിപ്പിക്കൽ. അത് എല്ലാ പ്രതികൾക്കും എതിരെയുണ്ട്, തെളിവ് നശിപ്പിക്കൽ. അതിനൊക്കെ വലിയ രീതിയിലുള്ള ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ 212, അതായത് പ്രതിയെ സംരക്ഷിക്കുക, ഇവർ പരസ്പരം സംരക്ഷിക്കലുണ്ട്. 506 ഉണ്ട്, ഭീഷണിപ്പെടുത്തുക, കാറിലിരുന്നും അല്ലാതെയും ഒക്കെ നടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംഘം ചേർന്നുള്ള ആക്രമണം 34 IPC ഉണ്ട്. ഒപ്പം തന്നെ IT ആക്ടിലെ 2 വകുപ്പുകളാണ്. ഒന്ന് 66E-യും 67A-യും, അതായത് അത് സ്വകാര്യതാ ലംഘനത്തിൻ്റെ ഒക്കെ പരിധിയിൽ വരുന്നതാണ്. അതായത് ദൃശ്യങ്ങൾ പകർത്തി അത് പ്രചരിപ്പിക്കുക, വീഡിയോ ചിത്രീകരണം അത് പ്രചരിപ്പിക്കുക. ഇത് തന്നെയാണ് IT ആക്ടിലെ എല്ലാ
എല്ലാവർക്കുമെതിരെ ഈ IT ആക്ടിലെ 2 വകുപ്പുകൾ കൂടിയുണ്ട്. ഇതിനൊക്കെ വലിയ രീതിയിലുള്ള ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് 120B നേരത്തെ സൂചിപ്പിച്ച ഗൂഢാലോചന കുറ്റം, അത് പരമാവധി 10 വർഷം പിഴയും നൽകാവുന്ന കുറ്റമാണ്. സാധാരണ വലിയ ഗൂഢാലോചന കേസുകളൊക്കെ ആണെങ്കിൽ ജീവപര്യന്തം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതും ജീവപര്യന്തത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അത് ആ കുറ്റകൃത്യത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടബലാത്സംഗമായതുകൊണ്ട് തന്നെ ജീവപര്യന്തം കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 10 വർഷം പ്ലസ് അതിൻ്റെ കൂടെ പിഴയുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. 120B ദിലീപിനെതിരെ അടക്കം ചുമത്തിയിരുന്നത് ഈ 120B ആണ്. അതായത് ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ആ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തിന് ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെ അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾക്കും അതേ ശിക്ഷ തന്നെ കിട്ടും. അതായത് ഈ പൾസർ സുനി അടക്കമുള്ള ദിലീപ് കുറ്റക്കാരനായിരുന്നു എന്ന് തെളിയിക്കപ്പെടുകയായിരുന്നെങ്കിൽ ഈ പൾസർ സുനി അടക്കമുള്ള ആളുകൾക്ക് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ കിട്ടാനുള്ള വകുപ്പുണ്ട്. അതായത് ജീവപര്യന്തം അടക്കം കിട്ടാനുള്ള വകുപ്പുണ്ട്. എന്തായാലും ഈ ആദ്യത്തെ 6 പ്രതികൾക്കെതിരെ 120B ഉണ്ട്, അത് ജീവപര്യന്തം വരെ കിട്ടാം. ഒപ്പം തന്നെ ബാക്കി ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ IPC 341ഉം 42ഉം ഉണ്ട്. അതായത് വഴിയടച്ച് ബലമായി പൂട്ടിവെക്കലൊക്കെയാണ്. ഒപ്പം തന്നെ കൂട്ട ബലാത്സംഗമാണ്, അതും സമാനമായ രീതിയിൽ 20 വർഷം വരെ കഠിന തടവൊക്കെ കിട്ടാവുന്ന ശിക്ഷയാണ്. എന്തായാലും പരമാവധി ശിക്ഷ തന്നെ ലഭിക്കാനുള്ള വകുപ്പുകൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ശരി, നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരായ 6 പ്രതികൾക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് ഇവരും ഉറ്റുനോക്കുന്നത്. ജീവപര്യന്തം അടക്കമുള്ള പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. അതേസമയം ഈ കേസിൽ ദിലീപിനെ എന്തുകൊണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു എന്നുള്ളതൊക്കെ ഇന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതിലൊക്കെ കൂടുതൽ വ്യക്തത വരും. ഇതിന്റെ വിശദമായ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും AT അശ്വതി.